രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബിവറേജ് പടിയിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡ് 8 വർഷത്തോളമായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. രാജാക്കാട് പൊന്മുടി റോഡിനെയും രാജാക്കാട് ചാക്കുളത്തിമേട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് കൂടിയാണിത്. നഗരത്തിൽപ്പെടാതെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ അനുയോജ്യമായ റോഡാണിത്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു സഞ്ചാരപാതയാണ് പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥ മൂലം ശോചനീയാവസ്ഥയിലായത്. നിലവിൽ ഈ റോഡ് കാൽനട യാത്ര പോലും ദുസ്സഹമാക്കും വിധം തകർന്നു കിടക്കുകയാണ്. രാജാക്കാട് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബിവറേജ് സൈഡിലോട്ട് പോകുന്ന ഒരു ബൈപ്പാസ് റോഡുണ്ട്. 8-10 വർഷമായിട്ട് ഇവിടെ ബൈപ്പാസ് റോഡ് വെട്ടിയതിനു ശേഷം ആ ബൈപ്പാസ് റോഡിന് ഇതുവരെയും ഒരു പണി ചെയ്യുവാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏറ്റവും എളുപ്പം നമുക്ക് വാക്കാ സിറ്റി വഴിക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു ബൈപ്പാസ് റോഡാണുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ അതിലെ ഒരു ആളുകൾക്ക് യാത്ര ചെയ്യുവാനോ വാഹനങ്ങൾ പോകുവാനോ സാധ്യമില്ലാത്ത അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. മൊത്തം കുണ്ടും കുഴിയുമായി ചെളിയുമായി തെന്നിത്തെറിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് ആ വഴിയെ നടക്കാൻ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാഗ്ദാനങ്ങളൊക്കെ പഞ്ചായത്തും അതിൻ്റെ പ്രസിഡന്റൊക്കെ ഒത്തിരി നൽകിക്കൊണ്ട് ഈ റോഡ് നന്നാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ഈ റോഡ് നന്നാക്കുവാനോ ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള 100 കണക്കിന് കുട്ടികളും ഈ വഴി യാത്ര ചെയ്യുന്നു. അതുപോലെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു. ആളുകൾ യഥേഷ്ടം എളുപ്പവഴിക്ക് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് റോഡ് നന്നാക്കി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്. മഴ പെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം കാൽനട യാത്രികരുടെ മേൽ തെറിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നുണ്ട്. ഇതുവഴി എത്തുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പ്രതിസന്ധിയാകുന്നു. ഇരുചക്ര വാഹനങ്ങളുടെ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. എത്ര കാലമായെന്നറിയ വഴി ഇങ്ങനെ കിടക്കുന്നേ. ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ ഒരു ഇതുപോലെ നല്ല പോലെ വഴി പണിതിടാൻ വേണ്ടി ഇരുന്ന ഒരു ഇതാണ്. പക്ഷെ ഇക്കാലം വരേക്കും ഇതിൽ ഒരു രീതിയിലും ആർക്കും ഒരു താല്പര്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും താല്പര്യമില്ലാത്ത രീതിയിൽ അങ്ങനെയായി കിടക്കുക. ഭയങ്കര കഷ്ടമാണ്. നമ്മൾ പഞ്ചായത്തിനില്ല ഉള്ള കാര്യം പറയുന്നത് സർക്കാരിനൊന്നും പറയാം അല്ലേ? ശരിയല്ലേ? എങ്ങനെയാണ് പഞ്ചായത്ത് വഴി ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. ഇതിപ്പം ഇതിനെന്തായാലും ഒരു ഫണ്ട് അനുവദിക്കാന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പണിതെടുക്കുവാണെങ്കിൽ നല്ലൊരു ബൈപ്പാസ് ആയത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചു തരണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും റോഡിനോട് അധികൃതർ വലിയ അവഗണനയാണ് കാണിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. സമീപവാസികൾ പണം മുടക്കിയാണ് ബിവറേജസ് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തത്. റോഡുകളെല്ലാം ഹൈടെക് ആയപ്പോൾ ശാപമോക്ഷത്തിനായി കാത്തിരിക്കുകയാണ് രാജാക്കാട് ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ്. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ്, അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.